പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എതിർഭാഗം വക്കീൽ നയനയെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നയനയും ആദർശും ഇപ്പോൾ വീട് വിട്ട് പോയെന്നും അനന്തപുരി തറവാട്ടിൽ നിന്നും മൂർത്തിയും ഒക്കെ ചേർന്ന് ബിസിനസ് ഇടിഞ്ഞതിൻ്റെ പേരിൽ അവരെ പുറത്താക്കിയെന്നും ഒക്കെ പറഞ്ഞിട്ട് ക്രൂശിക്കുകയും അവർക്ക് ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്നുള്ളതും അവർ കള്ളക്കടത്ത് സ്വർണം ഒക്കെ ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതും അതിന് ഇവരുടെ വീട്ടിലെ ജലജ എന്ന് പറയുന്നവരുടെ മകനായിട്ടുള്ള അബി എന്ന് പറയുന്ന ആൾ ജയിലിലായിട്ടുണ്ട് എന്നും എല്ലാവരും കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്നും ഒക്കെ വക്കീൽ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടയിൽ കയറിയിട്ട് നവീൻ ഓരോന്ന് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് കോടതിയിൽ നിന്ന് ജഡ്ജി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവസരം ലഭിക്കും, അപ്പോൾ നിങ്ങൾക്ക് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവീൻ്റെ അവസരം വന്നിരിക്കുകയാണ്. അങ്ങനെ നവീന് അത്രയും നേരം ചോദിച്ച ആ ചോദ്യങ്ങളും വക്കീൽ വാദിച്ചതൊക്കെ തെറ്റാണ് എന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതാണ് എന്നും വളരെ നല്ല രീതിയിൽ പോയ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് എന്നും നവീന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു പോലീസ് ഓഫീസറെ ഇവരെ ഇങ്ങനെ ജയിലിലിട്ട ഒന്നും FIR ഒക്കെ എഴുതിയിട്ട് ഒന്നും ആലോചിക്കാതെയും ഒന്നും ഇതിൻ്റെ പേരിൽ അന്വേഷിക്കാതെയും FIR ഇട്ട് ജയിലിൽ അടച്ച സത്യദാനന്ദൻ എന്നുള്ള ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ പോലീസ് ഓഫീസറോട് കഴിഞ്ഞ തവണ ഈ ഒരു നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് താൻ എവിടെയായിരുന്നു എന്നും അവിടെ താൻ എത്ര കാലം ജോലി ചെയ്തിരുന്നു എന്നും വെറും 6 മാസം മാത്രമേ നിന്നിട്ടുള്ളൂ എന്നും അതിൻ്റെ തൊട്ട് മുമ്പ് വേറൊരു കർണാടക എന്ന് പറയുന്ന ആ ഒരു മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ബോർഡറിലാണ് എന്നും ജോലി ചെയ്തതെന്നും അവിടെയും വെറും 3 മാസം നിന്നതേ ഉള്ളൂ, പിന്നീട് സസ്പെൻഷനൊക്കെ കിട്ടിയിട്ട് കുറേ കാലം വീട്ടിലിരുന്നു എന്നും ഒക്കെ പറഞ്ഞിട്ട് നവീന് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് പൊളിച്ചടക്കുകയാണ്. ആ ഒരു സമയത്തും തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് താൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടല്ലേ, ഭാര്യയെ തന്നെ കാണാനാണോ പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു പരുങ്ങലോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ഭാര്യ ഇപ്പോൾ തൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ 2 വർഷമായിട്ട് ഡിവോഴ്സിലാണ്, ഇപ്പോൾ ബന്ധം വേർപ്പെടുത്തി ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കോടതി മുമ്പാകെ നമ്മുടെ നവീൻ പറയുന്നുണ്ട്, ഇയാൾ വെറുതെ ഡിവോഴ്സ് ആയതല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ 2 സ്ത്രീകളൊപ്പം മദ്യപിച്ച് കിടക്കുന്ന മറ്റു പല രീതിയിലും അവരുടെ ഭാര്യ കണ്ടുപിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഡിവോഴ്സ് ആയതും ഇയാൾക്കെതിരെ പല കേസുകളും വിജിലൻസ് വരെ പൊക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നവീന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുഖംമൂടി പൊളിച്ചടക്കുകയാണ്. എന്നിട്ട് ഇവരെ ഇപ്പോൾ ജയിലിൽ അടയ്ക്കാൻ കാരണം ഇതുപോലെ മറ്റാരുടെ കൈകളിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചതിൻ്റെ ആ ഒരു നന്ദിയാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഈ കേസിൽ വല്ല സത്യവുമുണ്ടോ, ഇവർ യഥാർത്ഥ പ്രതികളാണോ എന്നുള്ളതൊന്നും നോക്കാതെ കണ്ണും പൂട്ടി ജയിലിൽ അടച്ചത് എന്ന് പറയുകയാണ്. അങ്ങനെ അവസാനം നയനയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളതും ഇയാൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടതോടുകൂടി നയനയെ നിരുപാധികം വിട്ടയക്കുകയാണ്. അവരുടെ നിരപരാധിത്വം തെളിയിച്ച് അവർ കുറ്റക്കാരല്ല എന്നൊക്കെ കോടതിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവരെ വിട്ടയക്കുകയാണ് എന്നുള്ള തീരുമാനം കോടതി അറിയിക്കുകയാണ്. അങ്ങനെ പിന്നീട് അവർ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ ഒരു സമയത്ത് ഒരുപാട് ആദർശനം ടെൻഷൻ അടിച്ചു എന്നൊക്കെ ഇങ്ങനെ നന്ദി ചോദിക്കുന്ന സമയത്ത് പിന്നെ ടെൻഷൻ അടിക്കാതെ എന്താവും അവസ്ഥ എന്നുള്ളത് അറിയില്ലല്ലോ, എവിടെ നിന്നാണ് സ്വർണം വന്നത് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ആ ഒരു സമയത്താണല്ലോ നിങ്ങൾ ആ തെളിവുകളൊക്കെ കാണിച്ചത്, ഈ നമ്മുടെ കാറിൽ കൊണ്ടു വച്ചത് ആരാണെന്നുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് എതിർഭാഗം വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട്, നിന്നെ ഞാൻ വെറുതെ വിട്ടു എന്ന് കരുതണ്ട, ഈ കേസ് ഇതോടുകൂടി അവസാനിക്കുകയില്ല, ഇതിൻ്റെ പിന്നാമ്പുറം നോക്കിയിട്ട് ഞാനൊന്ന് പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ പിന്നാമ്പുറോ മുന്നാമ്പുറോ എന്ത് വേണമെങ്കിലും നോക്കി പോയിക്കോ, എന്നിട്ട് ഒറിജിനൽ ആളെ കണ്ടെത്തിയിട്ട് എൻ്റെ മുന്നിലേക്കൊന്ന് വരണേ എന്നൊക്കെ ഇങ്ങനെ കൊച്ചാക്കിക്കൊണ്ട് നവീനും മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നന്ദുവിൻ്റെ മേൽ ദേഷ്യം കാണിക്കുകയാണ്, നീ ആരെ കാണിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്, ഈ കള്ളന്മാരുടെയും ഒക്കെ കൂടെ ഇവിടെ സംസാരിച്ചിരിക്കുകയാണോ, നിനക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പണിയുമില്ലേ, നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആളാവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കള്ളന്മാരും മറ്റു ഒക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എൻ്റെ സുഹൃത്തുമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എതിർഭാഗം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അതൊക്കെ കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ വീട്ടിൽ, അല്ലാതെ ഇവിടെയല്ല, ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ജോലി ചെയ്യാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആൾ കളിച്ചിട്ട് അങ്ങ് പോവുകയാണ്.